വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവെയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സ്കീമാണ് NRI ഡിസ്കൗണ്ട് വെച്ചിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. നമ്മുടെ GST ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 68% NRIസിന് ഇതും കൊണ്ടുണ്ടാകുന്ന പ്രയോജനം. അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഓണം ഓഫറോ അല്ലെ ഒരു ദീപാവലി ഡിസ്കൗണ്ടോ ഒന്നുമല്ല. ഒരു ഗിമ്മിക്സും ഇല്ല, ഒരു ഹിഡൻ അജണ്ടയില്ല ഇതിനകത്ത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് ഒരു NRIക്ക് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം കുറവ് റിസ്ക്കേ ബെയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ആകെ 30 ദിവസമോ അല്ലെ 40 ദിവസം മാക്സിമം വന്ന കുറച്ച് നാളുകൾ മാത്രമാണ് ഇവർ നാട്ടിലേക്ക് വന്ന് അവരുടെ വെക്കേഷൻ ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്തെ റിസ്ക് മാത്രമാണ് കമ്പനിയെ സംബന്ധിച്ച് നോക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ടാണ് NRIസിന് ഇയർലി പ്രീമിയത്തിൽ 40%, അതൊരു 3 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുക്കുകയാണ് എങ്കിൽ അവർക്കൊരു 10% കൂടെ അഡീഷണൽ കൊടുത്തുകൊണ്ട് 50% ഡിസ്കൗണ്ട് കമ്പനി നൽകുന്നത്. ഇനിയും ഇതിനകത്ത് എന്താണ് ക്യാച്ച് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു NRI ഫാമിലി ഈ ഫെസിലിറ്റി അവെയിൽ ചെയ്യാമെന്നിരിക്കട്ടെ. അവർ 1 ലക്ഷം രൂപ പ്രീമിയം വരുന്ന സ്ഥാനത്ത് അവർ ഈ NRI ഡിസ്കൗണ്ട് അവെയിൽ ചെയ്തപ്പോൾ അവർക്ക് വെറും 60,000 രൂപയായിരുന്നു അവർക്ക് അടയ്ക്കേണ്ടി വരുന്ന തുക. അത് അവർ ഓരോ വർഷവും അവർ ഇതേ ബെനിഫിറ്റ്, ഇതേ പ്രിവിലേജ് അവർ എടുത്തുകൊണ്ട് അവർ അടച്ചുകൊണ്ടിരുന്നു, അവർക്ക് ക്ലെയിം വരുന്നിടം വരെ. 2ാമത്തെ വർഷമോ 3ാമത്തെ വർഷമോ അവർക്കൊരു ക്ലെയിം വന്നു എന്നിരിക്കട്ടെ. അപ്പോഴും ഈ 1 ലക്ഷം രൂപ പ്രീമിയത്തിന് പകരമായിരുന്നു അവർ ആ ഡിസ്കൗണ്ട് അവെയിൽ ചെയ്ത് 60,000 രൂപ അടച്ചത്, 40% ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്തിട്ട്. അവർക്ക് ഇനി വന്ന ഹോസ്പിറ്റൽ ബില്ല് ഒരു 50,000 രൂപ ആണെന്ന് വെക്കുക. ക്യാഷ്ലെസ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ആ ഡിസ്കൗണ്ട് ഫാക്ടർ അവർ ആ ക്ലെയിമിൽ പിടിച്ചിട്ട് ബാക്കി തുക മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ക്ലെയിം വരുമ്പോൾ മാത്രം ആണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് ആ ഒരു വർഷത്തെ ഫുൾ പ്രീമിയം കമ്പനി ഈടാക്കുക. ക്ലെയിം വരാത്തിടത്തോളം കാലം നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ കഴിയും. ഈ NRI ഫെസിലിറ്റി അവെയിൽ ചെയ്യാൻ ഇനി വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ?